ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സീക്രട്ട് കലണ്ടറാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു ക്രിപ്റ്റിക് കലണ്ടർ. ഈ ക്രിപ്റ്റിക് എന്നുള്ള വേർഡിന്റെ മീനിങ് മിസ്റ്റീരിയസ് അല്ലെങ്കിൽ സീക്രട്ട് എന്നൊക്കെയാണ്. ഈ കലണ്ടർ നോർമലി ഒരാൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതല്ല. ഇത് മനസ്സിലാക്കിയെടുക്കുന്നതിന് പ്രത്യേകം ടൂൾ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് മറ്റൊരു സീക്രട്ട് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പേപ്പറിൽ കുറെ സൈനുകളൊക്കെ കിടപ്പുണ്ട്. നോർമലി ഇത് ആർക്കും മനസ്സിലാകുന്നതല്ല. അപ്പോൾ ഇത് മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂളാണ് ഈ സംഭവം. ഇനി ഇതിപ്പോൾ എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ വെൽക്കം എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഈ ഒരു പീസ് വെച്ചപ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാകുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതല്ല. ഇതേപോലെ ചെയ്തിരിക്കുന്ന മറ്റൊന്നാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ചാനലിന്റെ പേര് തന്നെ കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ലെറ്റേഴ്സും നമ്പേഴ്സും എല്ലാം രേഖപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഈ ഒരു സങ്കേതം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്രിപ്റ്റിക് കലണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ സീക്രട്ട് സൈനുകൾ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് പഠിക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ നമ്പേഴ്സ് ഒന്ന് തയ്യാറാക്കി കാണിക്കാം. നമുക്ക് ഈ കോളത്തിനുള്ളിൽ നമ്പേഴ്സ് വൈറ്റ് കളറിൽ വരുന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ബാക്കിയുള്ള പോർഷനുകൾ ഡാർക്ക് ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. വൺ എന്നുള്ളത് ഇങ്ങനെ രേഖപ്പെടുത്താം. ഇതിൽ 2 ഒന്നും രേഖപ്പെടുത്തിയെടുക്കുന്നു. ഇതേപോലെ നമുക്ക് തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഏതൊരു ഡിജിറ്റും ചെയ്യുന്നതിന് മുമ്പ് അതെങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് മനസ്സിലൊരു കണക്കുകൂട്ടലുണ്ടായിരിക്കണം. അതപ്പോൾ നമുക്ക് ആദ്യം ഇതൊരു പേപ്പറിലോ മറ്റോ ഒന്ന് എഴുതി നോക്കിയതിന് ശേഷം ഇതിലേക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആദ്യം ഇതിൽ പെൻസിൽ കൊണ്ട് ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷം പിന്നീട് കളർ കൊടുക്കുന്നത് നന്നായിരിക്കും. ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ലെറ്റേഴ്സും രേഖപ്പെടുത്തേണ്ടത്. ഇങ്ങനെ ഒരു കലണ്ടറിന് ആവശ്യമായിട്ടുള്ള 1 മുതൽ 31 വരെയുള്ള ഡേറ്റുകളും ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളും രേഖപ്പെടുത്തി അത് പ്രിന്റ് ഔട്ട് എടുത്തിരിക്കുകയാണ്. ഡേറ്റുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് 2 കോളമുള്ള ഒരു പോർഷനും മാസങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് 3 കോളമുള്ള ഒരു പോർഷനും ഉണ്ട്. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്തതാണ്. ഇത് PVC ഷീറ്റിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നമ്മുടെ പ്രിന്റ് ഔട്ടിന്റെ വലിപ്പത്തിനനുസരിച്ച് 2 പീസുകൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഈ 2 പോർഷനകത്ത് നമുക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരെണ്ണത്തിനകത്ത് ഞാൻ ലൈറ്റ് ബ്രൗൺ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതേ PVC ഷീറ്റിന്റെ ബാക്കി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത പെർപെച്വൽ കലണ്ടറും ഉണ്ടാക്കിയത്. അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കണ്ടേക്കണേ. ഒരെണ്ണത്തിനകത്ത് യെല്ലോ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ 2 പോർഷൻ ലൈറ്റ് കളർ ആയിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ നോട്ടിഫിക്കേഷൻ പലർക്കും കിട്ടുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇപ്പോൾ ഈ ചാനൽ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ മതിയാവും. ഇപ്പോൾ എൻ്റെ എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 കോളങ്ങളിലെയും സൈനുകളെല്ലാം ഇതിനകത്തേക്ക് പകർത്താം. ഞാനൊരു ബ്ലാക്ക് കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഇത് ട്രേസ് ചെയ്തെടുക്കുന്നത്. ഈ പ്രിന്റഡ് പേപ്പറോ കാർബൺ പേപ്പറോ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാത്ത രീതിയിൽ PVC ഷീറ്റുമായിട്ട് ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചതിന് ശേഷമാണ് ഇത് ഞാൻ വരച്ചു കൊടുക്കുന്നത്. മാർക്കിങ്ങുകളൊക്കെ വളരെ കൃത്യമായില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ തന്നെ ഇത് നമ്മൾ ചെയ്തെടുക്കേണ്ടതാണ്. ഇതെല്ലാം വരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കളർ ഫില്ല് ചെയ്യണം.
യെല്ലോ കളർ പീസിനകത്ത് റെഡ് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതേ കണക്ക് ലൈറ്റ് ബ്രൗൺ കളർ പീസിനകത്ത് ഡാർക്ക് ബ്രൗണും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഔട്ട്ലൈനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഡേറ്റും മന്തും കാണേണ്ട കോളങ്ങളെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കളറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഡേറ്റിനും മന്തിനും കൊടുത്ത അതേ കളർ തന്നെ വേണം ഈ കോളങ്ങൾക്കും കൊടുക്കാൻ. ഇത് ആദ്യത്തെ വരിയിൽ കറക്റ്റ് ലെവൽ ചെയ്തൊക്കെ വെച്ചിട്ട് ബാക്കിൽ അങ്ങ് ഒട്ടിച്ചാൽ മതി. നമ്മൾ ഈ ഒരേ ലെവലിൽ തന്നെയാണ് ഈ മാസങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളതെല്ലാം കറക്റ്റായിട്ട് അങ്ങ് വന്നോളും. നമുക്കിനി ഇത് ഓരോന്നും നീക്കി നോക്കാം. ജാനുവരി, ഫെബ്രുവരി, അങ്ങനെ ഈ രീതിയിൽ തന്നെ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് തന്നെ വന്നു. ഡിസംബർ നോക്കിക്കോളൂ. ഇനി നമുക്ക് ഡേറ്റുകൾ സെറ്റ് ചെയ്തെടുക്കാം. ഇതും ഓക്കെ ആയിട്ടുണ്ട്. ഏറ്റവും താഴത്തെ ലെവലിൽ 16 വരെയാണ് വന്നിരിക്കുന്നത്. ഇനി 16 കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കോളം മുകളിലെടുത്ത് തിരിച്ചിട്ട് കൊടുക്കാം. 17 തൊട്ട് 31 വരെ ആ സൈഡിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിത് ഡിസ്പ്ലേ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് നേരെ നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കാർഡ്ബോർഡ് വെച്ചിട്ട് ഒരു ചെറിയൊരു ബോക്സ് പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഈ പീസുകൾ നേരെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഞാൻ ഈ ബോക്സിൽ ഒരു ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫ്രണ്ടിൽ 2021 എന്നും കൂടെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഗ്യാപ്പിലോട്ട് നമുക്ക് 2 ബോർഡുകളും അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിപ്റ്റിക് കലണ്ടർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഓരോ ദിവസം കൂടുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡേറ്റിന്റെ ആ ഒരു കോളം താഴേക്ക് നീക്കി കൊടുത്താൽ മതിയാവും. ഒരു മാസം കഴിയുമ്പോഴത്തേക്കും മന്തിന്റെ കോളം ഒരു സ്റ്റെപ്പ് താഴേക്ക് നീക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി മുന്നിലിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് വരച്ചെടുക്കുന്നതിന് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അത് കാർഡ്ബോർഡിൽ ഡയറക്റ്റ് ഒട്ടിച്ച് അങ്ങ് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ആർക്കെങ്കിലും ആ പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാനത് അയച്ചു തരാം. എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഐഡികൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.